വർഷങ്ങൾക്ക് മുമ്പ് മഴ പെയ്യുന്നൊരു രാത്രിയിൽ ഒരച്ഛൻ്റെ കാത്തിരിപ്പുണ്ട്. വിഖ്യാതമായ രാജൻ കൊലക്കേസിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനായ ഈശ്വര വാര്യർ പിന്നീട് ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പേരിൽ ആത്മകഥ എഴുതി. അതിൽ അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നിങ്ങൾ എന്തിനാണ് എൻ്റെ മകനെ ഇപ്പോഴും മഴയത്ത് നിർത്തിയിരിക്കുന്നത്? ഏതാണ്ട് അതേ ഷെയ്ഡും അതേ ഫീലും സിനിമ കാണുമ്പോൾ നമ്മളിലേക്കും വരാറുണ്ട്. എല്ലാവരും കൂടി കുട്ടിച്ച എന്നെ മഴയത്ത് നിർത്തിയേക്കുവാണല്ലോ. മഴ സിനിമയിലെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മഴ മാത്രമല്ല, കാടും ഒറ്റക്കൊമ്പനും എല്ലാം ഈ സിനിമയുടെ മറ്റു പല ശൈലികളെ വരുമ്പോൾ കഥാപാത്രത്തിൻ്റെ ഡെപ്ത് മുമ്പത്തേതിനേക്കാൾ ആഴത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. തുടരും മോഹൻലാൽ തരുൺമൂർത്തി സിനിമയാണ്. ഒരുപക്ഷെ ഏറെ നാൾ കേരളത്തിലെ ജനങ്ങൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്നൊരു പ്രൊജക്റ്റും കൂടിയാണ്. വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ശോഭനയും മോഹൻലാലും ഒന്നിച്ച് വെള്ളിത്തിരയിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ സിനിമ കാണാനുള്ള കൗതുകവും നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. KR സുനിൽ അറിയപ്പെടുന്നൊരു ഫോട്ടോഗ്രാഫറാണ്. ഒരുപക്ഷെ തൻ്റെ ചിത്രങ്ങൾ കൊണ്ട് വളരെയധികം സംവേദിക്കുന്ന, കഥകൾ പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ. അദ്ദേഹം കണ്ടൊരു കാഴ്ചയാണ്, പാഞ്ഞു പോകുന്നൊരു ബസ്സിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലെ കാറിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ഈ ഒരു ചിത്രം അയാളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. പിന്നീട് ആ ചിത്രത്തിലെയും ആ കഥാപാത്രത്തെയും കൂടി അദ്ദേഹം പിന്നെയും ചിന്തിക്കുന്നു. ആ ഫോട്ടോയ്ക്ക് പിറകിലേക്കും മുൻപിലേക്കും അയാൾ സഞ്ചരിക്കുന്നു. അങ്ങനെ ഡെപ്തുള്ള ഒരു സിനിമ രൂപപ്പെടുകയായി. KR സുനിലിൻ്റെ കഥ. അതിലേക്ക് തരുൺമൂർത്തി കൂടി വന്നു ചേരുമ്പോൾ ആ കഥയ്ക്ക് കുറച്ചും കൂടി സിനിമാറ്റിക് ആയിട്ടുള്ള വേർഷൻ ലഭിക്കുന്നു. അങ്ങനെയാണ് നമ്മളിന്ന് കാണുന്ന തുടരും സിനിമയിലേക്ക് എത്തുന്നത്. വെൻ ദ എലഫന്റ് വാക്സ് ദ ഫോറസ്റ്റ് വാക്സ് ടുഗദർ എന്ന് പറയുന്ന ടാഗോട് കൂടിയാണ് സിനിമ ആരംഭിക്കുന്നത്. ഒരു കാട്ടാന അതിൻ്റെ കുടുംബത്തെ എങ്ങനെ നോക്കിക്കാണുന്നു, ഒരു കാട്ടുകൊമ്പൻ കാടിറങ്ങിയാലുള്ള അവസ്ഥ എന്തായിരിക്കും. ഇത്തരത്തിലുള്ള പല ഷെയ്ഡുകളിൽ ഷൺമുഖം എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരൊറ്റക്കൊമ്പനെ പോലെ, ഒരു കാട്ടാനയെ പോലെ തൻ്റെ കുടുംബത്തെ സ്നേഹിക്കുകയും അതോടൊപ്പം തന്നെ ആക്രമണകാരി ആവുകയും ചെയ്യുന്ന ഒരു കഥാപാത്രത്തെ നിർമ്മിക്കാൻ ആ ബിംബം ഏറ്റവും മനോഹരമായിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൂടാതെ അടുത്ത കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളിലേക്ക് കൂടി കഥ പോകുമ്പോൾ നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ലാത്ത ബാക്ക്ഡ്രോപ്പുകൾ സിനിമയ്ക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ ഫാൻസിനും ഫാമിലിക്കും ഒരുപോലെ ഇഷ്ടപ്പെടാൻ പറ്റുന്ന ജോണറിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ പകുതിയൊക്കെ പഴയ വിൻറ്റേജ് ലാലേട്ടൻ്റെ എല്ലാ കുസൃതികളും നർമ്മങ്ങളും ഈ പ്രായത്തിൻ്റെതായ പ്രത്യേകതകളോടുകൂടി തന്നെ മനോഹരമായി തരുൺ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. തന്നെ ട്രോളിക്കൊണ്ടുള്ള, തൻ്റെ സിനിമകളെ ട്രോളിക്കൊണ്ടുള്ള ആ തമാശകളെല്ലാം തിയേറ്ററുകളിൽ പൊട്ടിച്ചിരികൾ ഉളവാക്കുന്നുണ്ട്. പതിയെ സിനിമ ഒരു ട്രാക്കിലേക്കും മൂഡിലേക്കും കയറുകയാണ്. എല്ലാ തരത്തിലുമുള്ള ഇമോഷൻസിനെ പിൻപറ്റുന്നതോടൊപ്പം തന്നെ മോഹൻലാൽ എന്ന അഭിനയ പ്രതിഭയുടെ എല്ലാ കഴിവുകളെയും നന്നായി ഉപയോഗപ്പെടുത്താനായിട്ട് സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇമോഷണൽ വെയിറ്റേജ് നന്നായിട്ടുള്ള, അതോടൊപ്പം തന്നെ പെർഫോമൻസ് വെയിറ്റേജ് ഉള്ള ഒരു സിനിമയെന്ന് പറയാം. അതോടൊപ്പം തന്നെ കൈയടിക്കാനുള്ള ആക്ഷൻ രംഗങ്ങളും ഈ സിനിമ നമുക്ക് മുന്നിൽ തരുന്നുണ്ട്. തീർച്ചയായും മുൻപൊന്നും നമ്മൾ പരീക്ഷിച്ചിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, എന്നാൽ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിട്ടുള്ള ഒരു മോഹൻലാലിൻ്റെ പല ഷെയ്ഡുകൾ മിന്നിമായുന്നുണ്ട്. സദയവും ഭ്രമരവും തന്മാത്രയുമെല്ലാം ഏകദേശം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ബാറ്റിംഗ് കണ്ട അവസ്ഥയാണ്. എത്ര കാലം കഴിഞ്ഞാലും അങ്ങേരുടെ ക്ലാസ് ഒന്നും പോയി പോകില്ല എന്ന് പറയുന്നത് പോലെ ഉപയോഗിക്കാൻ അറിയാവുന്ന സംവിധായകരുടെ കയ്യിൽ കിട്ടിയാൽ മോഹൻലാൽ ഇപ്പോഴും പൊന്നാണ്. ഒന്ന് തേച്ചു മിനിക്കാൽ മാത്രം മതി. അത്ര മനോഹരമായാണ് ഇത് കഥാപാത്രത്തിൻ്റെ ഡെപ്തിലേക്ക് മോഹൻലാൽ പ്രവേശിക്കുന്നത്. വളരെ സട്ടിലായിട്ട് എക്സ്പ്രഷൻസ് കൊണ്ട്, മിനിമം എക്സ്പ്രഷൻസ് കൊണ്ട് തൻ്റെ ഉള്ളിലെ കഥാപാത്രത്തെ മോഹൻലാൽ പതുക്കെ ഡെപ്തിലൂടെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഏറ്റവും അവസാനം ഈ കഥാപാത്രത്തിൻ്റെ താണ്ഡവമൊക്കെ വരുമ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് കൺവിൻസിങ് ആയിട്ട് മാറുന്നുണ്ട്, ഗൂസ് ബംസ് ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായും കഥാപാത്രത്തിൻ്റെ നിർമ്മിതിയിലും കഥയുടെ കെട്ടുറപ്പിലും ഈ സിനിമ ബ്രില്യൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ സംഗീത സംവിധാനം അല്ലെങ്കിൽ പശ്ചാത്തല സംഗീതം ബ്ലെൻഡ് ചെയ്ത് കയറിയിട്ടുണ്ട്. എവിടെ കൈയടിക്കണം, എവിടെ ഇമോഷൻസ് വരണം, എവിടെ ആളുകൾക്ക് ഇമോഷണൽ കണക്ഷൻസ് ഉണ്ടാക്കണമെന്ന് കൃത്യമായി ജെക്സ് ബിജോയ് അറിഞ്ഞു തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ ക്യാമറയാണെങ്കിലും കാടും പശ്ചാത്തലവും പ്രകൃതി ദുരന്തങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രകൃതിയുടെ വന്യത നമ്മുടെ ഉള്ളിൽ നന്നായിട്ട് സന്നിവേശിപ്പിക്കുന്നുമുണ്ട് ഷാജികുമാറിൻ്റെ ക്യാമറ. ഇത്തരത്തിൽ എല്ലാ വർക്കുകളും, എല്ലാ പെർഫോമൻസും ഏറ്റവും എടുത്തു പറയേണ്ടത്, സ്പോയിലർ ആയേക്കാമെങ്കിലും അത്തരം കഥാപാത്രങ്ങളുടെ ഡീറ്റെയിലിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും ഒരു സിനിമ ഏറ്റവും മാസ്സായിട്ട് മാറുന്നത് അതിനേക്കാൾ മാസ്സുള്ള ഒരു വില്ലൻ അപ്പുറത്തുണ്ടാകുമ്പോഴാണ്. അത്തരത്തിൽ ഈ സിനിമ കൊണ്ട് അടയാളപ്പെടുത്താൻ പോകുന്നത് ഏറ്റവും ബ്രില്യൻ്റായി, ഏറ്റവും ഫ്രഷായി ഒരു വില്ലനെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ആ വില്ലൻ്റെ അത്രയും വെയിറ്റേജ് ഉള്ളത് കൊണ്ടാണ് കഥാപാത്രം അതിനേക്കാൾ മുകളിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത്. തീർച്ചയായും വരാനിരിക്കുന്ന നാളുകളിൽ ചർച്ചയാകാൻ പോകുന്ന കഥാപാത്രമാണ്
പ്രകാശ് വർമ്മ അവതരിപ്പിച്ച കഥാപാത്രവും വിനു പപ്പു അവതരിപ്പിച്ച കഥാപാത്രമൊക്കെ ഒരുപക്ഷെ ഇത്രയും കാലം കാത്തുവെച്ച ഒരു മോഹൻലാൽ സിനിമ എന്ന് പ്രേക്ഷകർക്ക് ധൈര്യത്തോടെ പറയാനും ടിക്കറ്റ് എടുക്കാനും പറ്റുന്ന ഒരു ഔട്ട് ആൻഡ് ഔട്ട് നല്ലൊരു എൻ്റർടൈനറാണ്, നല്ലൊരു കഥയാണ് തുടരും. ഏറ്റവും അവസാനം മോഹൻലാൽ തുടരും എന്ന് പറയുന്നിടത്ത് പ്രേക്ഷകന് ആ ആവേശം വീണ്ടും ഉണ്ടാകുന്നു. മോഹൻലാൽ തുടരും ഇവിടെ തന്നെയൊക്കെ ഉണ്ടാകും. നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുകയാണെങ്കിൽ, നല്ല കഥകൾ കൊടുക്കുകയാണെങ്കിൽ, നല്ല സംവിധായകരിലേക്ക് അദ്ദേഹം എത്തിപ്പെടാൻ പറ്റുകയാണെങ്കിൽ തുടരും മോഹൻലാൽ, തുടരും തരുൺ മൂർത്തി.